ഹലോ, വീണ്ടും നമ്മൾ ഇന്ന് ഫോട്ടോഷോപ്പിൽ തന്നെ കയറാണ്. ഫോട്ടോഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് തരാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെങ്കിൽ നമ്മൾ അവരുടെ ഫോട്ടോ ആദ്യം തന്നെ മുന്നൂറ് റെസൊല്യൂഷനിൽ നമ്മൾ സ്കാൻ ചെയ്തെടുക്കണം. സ്കാനറിൽ നമ്മൾ റെസൊല്യൂഷൻ 300 DPI വേണ്ടത്. 240 ഉണ്ട്, 200 ഉണ്ട്, 150 ഉണ്ട്, 100 ഉണ്ട്, 75 ഉണ്ട്, 600 ഉണ്ട്, 1200 ഉണ്ട്. അപ്പം 300 റെസൊല്യൂഷനിൽ നമ്മളിത് ചെയ്യണം. 300 നമ്മൾ ഓൾറെഡി ഞാനിത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. കാരണം നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. മുഖം ഞാൻ എൻ്റെ മായ്ച്ചോളം ഞെക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കേട്ടോ ഒരു A4 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഇതിനെ ക്രോപ്പ് ചെയ്തെടുക്കണം. ക്രോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോട്ടോ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടൊരു മൈനസിൻ്റെ ഒരു പോയിൻ്റ് കാണാം, മാക്സിമൈസ് ഒരു സ്ക്വയർ കാണാം, പിന്നെ ക്ലോസർ. ഇതിൽ മാക്സിമൈസ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. മാക്സിമൈസ് ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിവിടെ ഈ സൂം ടൂൾ എടുക്കാം. സൂം ടൂൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ ഒരു പ്ലസ്സും ഒരു മൈനസും കാണാം. പ്ലസ് എന്ന് പറയുമ്പോൾ കൂടുതൽ എടുക്കാനാണ്, മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കുറയ്ക്കാൻ. ഇപ്പം നമ്മുടെ കർസർ പ്ലസ് ആണ് കിടക്കുന്നത്. സൂമിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലസ് കാണാം. അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലുതായി വരും. നമുക്ക് എങ്ങനെയാണ് വലുതാവുന്ന വെച്ചാൽ അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് ബാർ, കീബോർഡിൻ്റെ സ്പേസ് ബാർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർസർ ഒരു കൈപ്പത്തിൻ്റെ ചിഹ്നം വരും. അപ്പോൾ നമുക്കതിനെ പിടിച്ച് ഇങ്ങോട്ട് നീക്കാൻ പറ്റും. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ അങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നീക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഈ ടൂൾ ബാറിലുള്ള ഈ സാധനം പിടിച്ച് അങ്ങോട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും നല്ലത് സ്പേസ് ബാർ അമർത്തി പിടിക്കുക, എങ്ങോട്ടോളം നീക്കാം. എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത ഈ ഫോട്ടോ ഒരു അല്പം ചെരിവുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോപ്പിംഗ് ടൂളാണ് എടുക്കേണ്ടത്. ആദ്യം ക്രോപ്പിംഗ് ടൂൾ എന്നിട്ട് നമ്മൾ ഏകദേശം ഫോട്ടോൻ്റെ ചെരിവ് നോക്കണ്ട, കറക്റ്റ് സ്ക്വയർ കണക്കാക്കി നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഡ്രാഗ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ നെക്സ്റ്റ് ഈ മൂവിങ് ടൂൾ ഉണ്ട് ഇവിടെ. ഈ മൂവിങ് ടൂളിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടേക്ക് ഈ ബൗണ്ടറി ബോക്സിൽ ഇങ്ങനെ ഓരോ ചെറിയ സ്ക്വയറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർസറിൻ്റെ രൂപം മാറണം കേട്ടോ. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നേരക്കായിരിക്കും, അത് പിടിച്ച് കീഴ്പോട്ട് വലിക്കാം. മൂലയെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു കർവ് കാണാം, അപ്പോൾ നമുക്ക് വലിക്കാം. അതിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ചെരിച്ച് നേരെയാക്കാം. ചെരിച്ച് നേരെയാക്കുമ്പോൾ മുകളിലൊരു ഇത്തിരി വൈറ്റ് സ്പേസ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇത്തിരി കൂട്ടിക്കൊടുത്ത്, ലെഫ്റ്റിൽ ഇത്തിരി കൂടുതലാണ്, അപ്പോൾ അതിനെ പിടിച്ചൊരു അല്പം കുറച്ച് കൊടുത്തു. അടിയിലും ഇത്തിരി കൂടുതലാണ്, അപ്പോൾ ഇത്തിരി കുറച്ച് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ അടിയിൽ ഇത്തിരി കുറവാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ മുകളിലേക്ക് താഴേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഇങ്ങനെ ആരോ കാണാം. അതിലടിയിലുള്ളതിൽ കീഴ്പോട്ടുള്ളതിൽ കൊന്ന് പിടിച്ചിട്ട് എന്തോരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിൽ റെഡിയാക്കാം. എന്നിട്ട് ഒന്നിലെ എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇവിടെ മുകളിൽ ഒരു ടിക്കിൻ്റെ ചിഹ്നമുണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ക്ലിയറായിട്ട് കറക്റ്റ് നേരേക്ക് വന്ന് കിടക്കും. അപ്പോൾ നമുക്കിതിനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയെങ്കിൽ ഇതിൻ്റെ ഈ ഫോട്ടോൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ബ്ലൂ ലൈൻ കണ്ട ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഇമേജ് സൈസ് എടുക്കാം. ഇമേജ് സൈസ് ഇപ്പോൾ ഇത് 150 നടക്കുന്നത്, ഇതിനെ നമ്മൾ 300 ആക്കും. എന്നിട്ട് നമ്മൾ സെൻറ്റിമീറ്റർ കണക്കിലാണ്
എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് ഫോട്ടോൻ്റെ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പിന്നെ ഇഞ്ച് ഇതൊക്കെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ എടുക്കുക. നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുക, 3.44 കൊടുക്കുക. ഇവിടെ 4.56 തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ കൊടുത്ത് എന്നിട്ട് നമ്മളിതിനെ സേവ് ചെയ്യാം. സേവാസ് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഫോട്ടോ. ഈ ഫോട്ടോന് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ന്യൂ പേജ് എടുക്കുക. അപ്പോൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഡബിൾ ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ പേജ് വരും. ന്യൂ പേജ് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇവിടെ ഇൻ്റർനാഷണൽ പേപ്പർ എടുക്കുക, A4 ഓട്ടോമാറ്റിക് സെലക്റ്റായി 300 റെസൊല്യൂഷൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പുതിയ പേജ് വരില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോവിനെ മൂവിങ് ടൂൾ എടുത്ത് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ പിടിച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടാം. അതിൻ്റെ മുകളിൽ കൊണ്ടിടാം. ഇപ്പോൾ ഓൾറെഡി നമ്മളെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആ ഫോട്ടോ കണ്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോ വെറുതെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ബോർഡറൊന്നും നമുക്ക് കാണാൻ പറ്റണില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബോർഡർ ഉണ്ടാക്കണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ട, ഈ എഡിറ്റിൽ പോവാം. എഡിറ്റിൽ പോയിട്ട് ഇവിടെ സ്ട്രോക്കിൽ അമർത്താം. അപ്പോൾ ഇവിടെ അതിൻ്റെ അതായത് ബോർഡർ എത്ര ഇത് വേണമെന്നുള്ളതാണ് വിടുത്ത്. ഇപ്പോൾ 2 പിക്സിന് കിടക്കുന്നത്, നമുക്കത് തൽക്കാലം 4 പിക്സ് ആക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ഇവിടെ കാണാം ഒരു ബ്ലാക്ക് ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെയിം കോപ്പി വരണ ഇപ്പുറത്ത് വെക്കണം. സെയിം കോപ്പി വരണ ഇപ്പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ട് അമർത്തി പിടിക്കുക. ആൾട്ട് അമർത്തി പിടിക്കുമ്പോൾ നമ്മുടെ കർസറിൻ്റെ രൂപം നോക്കിയാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കർസർ 2 ഏരോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ട, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാധനം ആൾട്ട് അമർത്തി പിടിച്ചാൽ 2 എണ്ണമായിട്ട് കാണാം. അപ്പം ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, ആൾട്ട് അമർത്തി പിടിക്കുക, എന്നിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് അങ്ങനെ തന്നെ പൊക്കി ഇതിവിടെ കൊണ്ടുവരാം. എന്നിട്ട് ഏകദേശം കറക്റ്റ് ലെവലിലാക്കിയിട്ട് വിട്ടുകൊടുക്കുക. വിട്ടതിന് ശേഷം മാത്രമേ കീബോർഡിൽ നിന്ന് ആൾട്ടിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത വിരലെടുക്കാവൂ. വീണ്ടും ഒരെണ്ണം കൂടി വേണം, അല്ലെങ്കിൽ 2 എണ്ണം വേണം. അപ്പോൾ എന്താ ചെയ്യുക, വീണ്ടും ആൾട്ട് അമർത്തി പിടിക്കുക, 2നെയും കൂടി ഒരുമിച്ച് ഡ്രാഗ് ചെയ്ത് പിടിക്കുക, അങ്ങനെ തന്നെ പൊക്കി പുറത്ത് വയ്ക്കുക. ഇപ്പം നമ്മുടെ A4 സൈസിൽ ഒരെണ്ണം കൂടി ഇതിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഒരെണ്ണം കൂടി സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇപ്പം നമ്മൾക്ക് ഒരു A4 സൈസിൽ ഒരു പാസ്പോർട്ട് സൈസ് മുകളിൽ 5 ഫോട്ടോ നമുക്ക് കിട്ടും. 5 ഫോട്ടോ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് കസ്റ്റമർ കയ്യിൽ നിന്ന് അതിൻ്റെ പൈസ മേടിക്കാം. അവരെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞയക്കേണ്ട കാര്യമില്ല. അപ്പോൾ മിനിമം നമ്മളൊരു 5 ഫോട്ടോ എങ്കിലും എടുത്ത് കൊടുക്കണം. ഇപ്പോൾ പാൻ കാർഡിന് ഒരാൾ ആവശ്യത്തിന് വരുമ്പോൾ അവരുടെ കയ്യിൽ ഫോട്ടോ ഇല്ലെങ്കിൽ, നമുക്ക് ഇതുമാതിരി ഒരു ഫോട്ടോ ഉള്ളെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. ഒരു ഫോട്ടോ ആയിട്ട് എടുത്താലും ബാക്കി എത്ര ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പേപ്പർ വേസ്റ്റ് ആവും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു 5 ഫോട്ടോ എടുക്കുക. ഇതിന് നമ്മളൊരു 100 രൂപ മേടിച്ചാലും കസ്റ്റമർക്ക് ലാഭമായിരിക്കും. കാരണം സ്റ്റുഡിയോയിൽ ഒരു 150-200 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോയിൻ്റെ മിനിമം 180 GSM ഉള്ള ഫോട്ടോ പേപ്പറെങ്കിലും ആയിരിക്കണം. മിനിമം 130 GSM വരുന്നുണ്ട്, 100 GSM വരുന്നുണ്ട്, 180 വരുന്നുണ്ട്, 240 വരുന്നുണ്ട്, 200 വരുന്നുണ്ട്. അപ്പോൾ 200 ആകുമ്പോൾ ബെറ്ററായി. നമ്മളിതെങ്ങനെ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. കസ്റ്റമറിൽ നമ്മൾ ആ ഫോട്ടോയിൻ്റെ 5 എണ്ണത്തിൻ്റെ ചാർജ് മേടിച്ച് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ അതിൽ നിന്ന് നമ്മളെടുത്തിട്ട് ബാക്കി അവർക്ക് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ നമ്മളിത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്സൺ പ്രിൻ്റർ ആണെങ്കിൽ ഫയലിൽ പോവുക, പ്രിൻ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കിടക്കണത് എപ്സൺ L3110 ആണ്. അതായത് എപ്സൻ്റെ പ്രിൻ്ററുകളിൽ ഏറ്റവും മോശം പ്രിൻ്ററാണിത്. കാരണം നമുക്ക് ഒരു ആൾ 10 കോപ്പി എടുക്കാമെന്നറിയിൽ നമുക്ക് ഒരു 2-3 കോപ്പി എടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഇത് സ്ലോ ആവും.
പിന്നെ നമ്മളിതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫൈനലൈസിന് ഒരു ടൈമുണ്ട്. സ്കാനിങ് പെട്ടെന്നായാലും ഫൈനലൈസ് എടുക്കാൻ സമയം പിടിക്കും. അതും ഈ പറഞ്ഞ 4, 5, 6 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഭയങ്കര സ്ലോ ആവും. പിന്നെ ഇതിന് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ 300 റെസൊല്യൂഷൻ കഴിഞ്ഞിട്ട് 600 ഇട്ട് കുറച്ചാൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിന് കംപ്ലൈൻറ്റ്, സ്കാനിങ് ഹെഡിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എപ്സൻ്റെ ഏറ്റവും ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ കമ്പ്യൂട്ടർ ഷോപ്പും ഞാനിതിൻ്റെ സെയിലുള്ളതാണ്. ഞാൻ കൊടുത്തേക്കണ ഒരു 10 എപ്സൺ 3110 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 9 എണ്ണത്തിന് ഈ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കറക്റ്റായിട്ട് പറയണത്. ഇത് എപ്സൻകാർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിക്കില്ല, ഇതിനിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് എപ്സൺ 3110 മേടിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മേടിക്കരുത്. അതിൻ്റെ മുകളിലേക്കുള്ളതോ താഴത്തേക്കുള്ളതോ മേടിക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും, ഇങ്ങനെ വന്നില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ എപ്സൺ 3110 ഇതിൽ പേജ് സെറ്റപ്പിൽ പോവാം. പേജ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞിട്ട് A4 സെലക്ട് ചെയ്യണം. ഡോക്യുമെൻ്റ് സൈസ് A4 തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ഓറിയൻറ്റേഷൻ നമ്മളെപ്പോഴും പോർട്രേറ്റ് ആയിരിക്കണം. ഈ പ്ലെയിൻ പേപ്പർ എന്നുള്ളത് എപ്സൺ ഫോട്ടോ ക്വാളിറ്റി ഇങ്ക്ജെറ്റിൻ്റെ ഇന്ന സാധനം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അൾട്രാ ഗ്ലോസ് സെലക്ട് ചെയ്യാം, എപ്സൺ പ്രീമിയം ഗ്ലോസ് സെലക്ട് ചെയ്യാം, എപ്സൺ പ്രീമിയം സെമി ഗ്ലോസി ആയാലും കുഴപ്പമില്ല, ഫോട്ടോ പേപ്പർ ഗ്ലോസി ഇതും സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഈ എപ്സൺ മാറ്റ് എന്നുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഗ്ലോസി അല്ലാണ്ട് മാറ്റ് ടൈപ്പ് ഉണ്ട്, മുകളിൽ പരുപരുത്ത പ്രതലം പോലുള്ള പേപ്പറുണ്ട്, അതിന് മാത്രമേ മാറ്റ് യൂസ് ചെയ്യാവൂ. അപ്പോൾ എപ്സൺ ഫോട്ടോ ക്വാളിറ്റി ഇങ്ക് ടെസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്വാളിറ്റി ഹൈ കൊടുക്കും. ക്വാളിറ്റി ഹൈ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളുടെ ഇത് പ്രിൻ്റ് പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മളിത് ഇവിടെ നോക്കിയാൽ സ്കെയിൽ ടു ഫിറ്റ് മീഡിയ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അനങ്ങണം നോക്കിയോ. ഈ രൂപം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ടിക്ക് ഇടുമ്പോൾ ഒരു ഇത്, അതായത് പേപ്പർ പ്രിൻ്ററിനുള്ളിൽ സെറ്റായി. ഇപ്പോൾ അത് ഇനി ഇങ്ങനെ നമ്മൾ ഈ ലെവലിൽ അങ്ങോട്ട് പ്രിൻ്റ് എടുത്ത് ഇവിടെ പ്രിൻ്റ് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ആവും. പ്രിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കഴിയും. ഇപ്പോൾ പ്രിൻ്റ് ഇപ്പോൾ ഞാൻ ഓൾറെഡി നമുക്ക് പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു. ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിപ്പിക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഇത് കണ്ട ഈ നമ്മളൊരെണ്ണം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി നമ്മൾ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മൾക്കിത് സ്ഥിരമായിട്ട് ഇത് വർക്ക് ഇങ്ങനെ നമുക്കിത് ജനങ്ങൾക്ക് എടുത്തു കൊടുക്കാം. കസ്റ്റമർക്ക് ഈ ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ വ്യൂ എന്ന് കാണാം. ഈ വ്യൂവിൽ പോയിട്ട് ഇവിടെ റൂളേഴ്സ് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നതാണ്. ഇത് ടിക്കിടാം. ഇത് ടിക്കിടുമ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ പേജിൻ്റെ ചുറ്റുമൊന്നും നോക്കിയാൽ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആ വ്യൂവിൽ പോയിട്ട് ഈ റൂളേഴ്സിൽ ടിക്കിട്ടണമെങ്കിൽ അവിടെ സ്കെയിൽ പോലെ വരണതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ സ്കെയിലിൻ്റെ ഉള്ളിൽ നമ്മുടെ കർസർ വെച്ച് ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ ഒരു വര വരണമാണ്. ഒപ്പം ഈ ഒരു വര നമ്മുടെ ഫോട്ടോയിൻ്റെ സൈഡിലായിട്ട് കറക്റ്റ് സൈഡിലായിട്ട് വയ്ക്കാം. അപ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ വന്ന് നടക്കണം. വീണ്ടും ഒന്നും കൂടി നമ്മൾ അതുമ്പോൾ തന്നെ ക്ലിക്ക് എടുത്തിട്ട് ഈ ഫോട്ടോൻ്റെ ഈ അറ്റത്ത് കൊണ്ടുവയ്ക്കാം. അവിടെ ഒരു ബ്ലൂ വന്നു. ഇനി ഒന്നും കൂടി അതേപോലെ തന്നെ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എടുത്തേക്കണ ഈ 5 ഫോട്ടോയിൻ്റെ സൈഡിലും, അതായത് എല്ലാ ബോർഡറിലും നമ്മൾ ഈ വര കൊണ്ടുവയ്ക്കാം. ഈ വര കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വര നമ്മൾ കൊണ്ടുവച്ചില്ല. ഇനി നമ്മളിത് ഇതിന് മുകളിൽ നിന്ന് ഒരെണ്ണം പിടിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കും.
അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പിടിച്ചിട്ട് നേരെ ഫോട്ടോൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ നമ്മളിത് ഈ ഫോട്ടോസിന് ഓരോന്നിനും ഡിലീറ്റ് അടിക്കുക. അതായത് ഓരോന്ന് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അടിക്കുക, അടുത്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അടിക്കുക, അടുത്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ, അടുത്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അടിക്കുക, അടുത്ത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അടിക്കുക. ഇത് നോക്കിയാൽ ഈ കള്ളി കണ്ട, അതിപ്പോൾ കാണാൻ പറ്റും നീല കള്ളികൾ. ഈ ഇടയിലുള്ള ഈ ഡബിൾ ലൈനിൻ്റെ ഇടയിലുള്ളതാണ് നമ്മുടെ ബോർഡറായിട്ട് വരാം. ഇപ്പോൾ ഈ കള്ളികൾ കണ്ട, നമ്മളെന്ത് ചെയ്യുക, ഇതിനിങ്ങനെ തന്നെ നമ്മൾ ഒരു സേവാസ് കൊടുത്തിട്ട് വെറുതെ ഫോട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഫോട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിവിടെ കിടന്നോട്ടെ, ഈ ഫോട്ടോ ഇവിടെ കിടന്നോട്ടെ. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി അടുത്തൊരാളൊരു കസ്റ്റമർ വരുമ്പോൾ ഫോട്ടോ ഫോർമാറ്റ് എന്നുള്ള ഈ വെള്ള പേപ്പറോട് കിടപ്പുണ്ടാവും. ഇത് നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വര അടക്കമുള്ള സാധനം അവിടെ കിടപ്പുണ്ടാവും കേട്ടോ. ഇനി നമ്മളെന്താ വെച്ചാൽ വേറെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനും പിടിക്കാനും നിൽക്കണ്ട. നമ്മൾ ഈ ഫോട്ടോനെ എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ സെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതിനെ ഫയലിനെ ഞാനൊന്ന് വലുതാക്കാം. ഒരു 6.5. ഈ ഫോട്ടോ ഇപ്പോൾ വലുതായി വലിയ സൈസാണ്. വലിയ സൈസാകുമ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നോക്കിയാൽ സൈസ് കൂടുതലായി ഇതൊക്കെ. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിവിടെ വയ്ക്കുന്നു. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ കറക്റ്റ് അവിടെ സ്റ്റോപ്പ് ആവണ പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് വലിയ സൈസാണ്. അപ്പോൾ നേരെ കൊണ്ടുവന്നിട്ട് ഈ കറക്റ്റ് ഇവിടെ വയ്ക്കുക. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ സൈഡിലുള്ള ഈ കള്ളിയിൽ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബോർഡറിൽ മുട്ടിക്കാം. അടിയിൽ നിന്ന് എടുത്തിട്ട് ഉള്ളിലുള്ള ബോർഡർ മുട്ടിക്കാം. ഇപ്പോൾ ആ സൈസ് കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ആൾട്ട് അമർത്തി പിടിക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. ആൾട്ട് അമർത്തി പിടിക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. ആൾട്ട് അമർത്തി പിടിക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇനി അവർക്ക് 10 ഫോട്ടോ ആണ് വേണമെന്നുണ്ടെങ്കിൽ 10 ഫോട്ടോ ആണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൂളറിൻ്റെ അടിയിൽ നമ്മൾ ഒരു ലൈനും കൂടി ഇടതേ. ഇവിടെ ഒരു ഗ്യാപ്പിന് ഒരു ലൈനും കൂടി ഇടാം. അപ്പോൾ അവിടെ ഒരു ഇത് വന്നില്ലേ. ഇനി എന്നിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നേരെ ആ വരയുടെ അടിയിൽ കൊണ്ടുവയ്ക്കാം. കണ്ടാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലൈൻ കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിലിടാം. അടിയിലിട്ട് എന്നിട്ട് അതിനൊരു ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിനെ ഫുള്ളായിട്ട്, അതായത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത്, അതായത് ഈ 10 ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ഞാനിത് ഇങ്ങനെ വലിച്ച് ഇതാണ്. ഇപ്പോൾ 20 ഫോട്ടോയായി. അപ്പോൾ നമുക്കൊരു A4 സൈസിൽ ഈ കസ്റ്റമർക്ക് 1 2 3 4 5 25 30 ഫോട്ടോളം നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. 30 ഫോട്ടോ നമ്മൾക്ക് കസ്റ്റമർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു പൈസ നമുക്ക് കസ്റ്റമറിൽ നിന്ന് മേടിക്കാം. അപ്പോൾ അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ് നമ്മൾ ഇതേമാതിരി ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് പ്രത്യേകിച്ച് പറയാൻ. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷോപ്പിൻ്റെ ഈ ഫോട്ടോ എഡിറ്റിങ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.